നമസ്തേ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാമായണം എപ്പിസോഡുകൾ AI ക്രിയേഷനിലൂടെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് രസകരമായി തോന്നുന്നെങ്കിൽ നല്ല കമൻറ്റുകൾ പോരട്ടെ. കാണൂ രണ്ടാമത്തെ എപ്പിസോഡ് രാമായണം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വീഡിയോയിൽ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന രാവണൻ മാരീചൻ വേഷം മാറി വന്ന് മാനായി വന്ന് സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അടുത്ത എപ്പിസോഡ് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് പോകുന്ന പോക്കിൽ അങ്ങനെ പറന്ന് അദ്ദേഹത്തിൻ്റെ പ്രത്യേക വാഹനത്തിൽ പറന്ന് പോകുമ്പോൾ രാവണൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അബദ്ധം പറ്റിയതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ശരിയായ രൂപം മനസ്സിലാക്കുന്നു. വളരെ ബുദ്ധിമുട്ടി വിഷമിച്ച് അവിടെ അങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ സീതയുടെ അലർച്ച കേട്ടുകൊണ്ട് ജടായു എന്ന് പറയുന്ന ദശരഥ മഹാരാജാവിൻ്റെ പഴയ സുഹൃത്തായ, രാമൻ്റെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ പഴയ സുഹൃത്തായ ജടായു എന്ന പക്ഷിരാജൻ പറന്നു വന്ന് രാവണനുമായി യുദ്ധം ചെയ്യുന്ന രംഗമാണ്. അപ്പോൾ ആ പൊരിഞ്ഞ യുദ്ധമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ രാവണനെ യുദ്ധം ചെയ്ത് സീതയെ മോചിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഒന്നും സാധിക്കുവാൻ ജടായുവിന് സാധിച്ചില്ലെങ്കിലും അവസാനം വരെ അദ്ദേഹം പോരാടി നിൽക്കുന്നു. ആ പക്ഷിരാജൻ പോരാടി നിൽക്കുന്നു. അതിനിടയിൽ ജടായുവിൻ്റെ ചിറകൾ അറ്റുവീഴുന്നു. ചിറകൾ മുറിച്ച് കളയുന്നു ആക്രമണത്തിൽ രാവണൻ. അപ്പോൾ അങ്ങനെ ചിറകറ്റ് വീഴുന്ന ജടായു താഴെ വനത്തിൽ, കൊടും വനത്തിൽ ജടായുവിനെ ചിറകറ്റ് വീണ് കിടക്കുന്ന ജടായുവിനെ രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് വനത്തിലൂടെ കടന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പിന്നീട്. അപ്പോൾ ജടായു പറഞ്ഞു കൊടുക്കുന്നു ലങ്കാപുരിക്ക് പോയ ദിക്ക് എങ്ങോട്ടാണെന്ന്. അതനുസരിച്ച് ഉദകക്രിയകളൊക്കെ ചെയ്ത് ജടായുവിൻ്റെ സംസ്കാരം നടത്തി അവർ മുന്നോട്ട് നീങ്ങുന്നു. എന്തായാലും അടുത്ത സീൻ നമ്മൾ കാണുന്നത് അവിടെ രാവണൻ ലങ്കാപുരിക്ക് സീതയെ എത്തിച്ച് അശോകവനിയിൽ കഴിയുന്ന സീതാദേവിയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. കമൻറ്റുകൾ തീർച്ചയായിട്ടും വരണം. ഷെയർ ചെയ്യുവാനും കൂടി ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. നന്ദി. ജയ് ഭാരത് മാതാ.